ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വന്നിട്ടുള്ളത് ഗുലാബ് ജാമിൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ്. നമ്മുടെ വീട്ടിലൊക്കെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി തന്നെയാണ് ഗുലാബ് ജാം. പുറത്തുനിന്ന് മേടിച്ച് കഴിക്കൊന്നും വേണ്ട. അതിന് മുന്നേ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സ്ഥിരം കാണുന്നവരുണ്ട്, അവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ഒക്കെ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. കുറേ ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ വീട്ടിലേക്ക് പോവാം. എങ്ങനെ ഇത് ഉണ്ടാക്കാൻ നോക്കാം. ഇതിന് വേണ്ടത് 1 കപ്പ് പാൽപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതേ അളവ് തന്നെ ഇതിൻ്റെ പകുതി നല്ല നിറയാതെ തന്നെ രൂപത്തിൽ മൈദ എടുത്തിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് എന്ത് ചെയ്യുക, നമുക്ക് കുഴച്ചെടുക്കണം. ബേക്കിംഗ് സോഡ എല്ലാ ഭാഗത്തും എത്താനാണ് നമ്മൾ ഇളക്കി കൊടുക്കുന്നത്. അതിനുശേഷം കുറച്ച് വെള്ളം എടുത്തിട്ട് ഫുള്ള് ഒഴിക്കണ്ട, ലേശം ഒഴിച്ചിട്ട് മെല്ലെ കുഴച്ചെടുക്കുക. പാൽപ്പൊടിയിലൊക്കെ പെട്ടെന്ന് വെള്ളം ഓവറാവും. അത് നോക്കി വേണം നമ്മൾ വെള്ളം ഒഴിച്ചെടുക്കാൻ. നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കട്ടെ. എന്നതിന് ശേഷം ഒരിത്തിരി ഗീ നമ്മൾ എന്ത് ചെയ്യുക, കയ്യിലൊന്ന് തടവിയതിന് ശേഷം ഒന്ന് കുഴച്ചെടുക്കുക. കൈ ഒട്ടി പിടിക്കാതിരിക്കാനാണ് നെയ്യ് തടവണത് കേട്ടോ. നല്ല സോഫ്റ്റാണ് രൂപത്തിൽ കുഴച്ചെടുക്കണം. ഓൾറെഡി സോഫ്റ്റാണ്, പക്ഷെ എന്നാലും നമ്മൾ എന്ത് ചെയ്യണം, ഒന്നും കൂടെ അത് കുഴച്ച് സോഫ്റ്റാക്കി വെക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഉണ്ടാക്കുമ്പോൾ ഉള്ളിൽ വേവാതിരിക്കും. അപ്പോൾ നല്ലതുപോലെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഒരു 5-10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക, മൂടി വെക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഡ്രൈ ആയി പോകും. എന്നതിന് ശേഷം ഒരു മിക്സിൻ്റെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഒരു 2-3 ഏലക്കായ ഇട്ട് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ ഒരു ഗ്ലാസ് പഞ്ചസാര ഇട്ട് കൊടുക്കുക. പഞ്ചസാര ലായ ഉണ്ടാക്കാനാണ്. ഏലക്കായ പൊടിച്ചതില്ലാത്തതുകൊണ്ടാണ് ഞാൻ എല്ലാം ഒപ്പിട്ട് പൊടിച്ചെടുക്കുന്നത്. അങ്ങനെ വെച്ചിട്ട് പാത്രത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് തിളപ്പിക്കാൻ വെക്കുക. നല്ലതുപോലെ തിളക്കണം. ഈ വെള്ളത്തിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരും തിളച്ചിട്ട്. ആ പൊന്തി കിടക്കുന്നത് ഏലക്കായിൻ്റെ പൊടിയാണ്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അരിച്ചിട്ടും ഉപയോഗിക്കാം. ഇനി നമുക്ക് ഒരു ബൗള് റെഡിയാക്കാം. അതിന് ആദ്യം ഒരു പാത്രത്തിൽ ഒരിത്തിരി നെയ്യ് തടവി കൊടുത്തിട്ടുണ്ട്. ഇതിന്ന് ചെറിയ ബോളാക്കി എടുക്കുക. നല്ലൊന്നും കൂടെ കുഴച്ച് കൊടുത്തിട്ട് ചെറിയ ബോളാക്കി എടുക്കണം. അതാ ഇത്ര എടുക്കണുള്ളൂ. നല്ലതുപോലെ ഒന്ന് ക്രാക്കൊന്നും വീഴാത്ത രൂപത്തിൽ എന്ത് ചെയ്യുക, നല്ലതുപോലെ ഒട്ടിയെടുക്കുക. നല്ല സോഫ്റ്റായിരിക്കുകയാണ്, പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതിപ്പോൾ എല്ലാം ഇതേപോലെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി എണ്ണ ചൂടൊക്കെ ഓവർ ചൂട് പാടില്ല, ചെറിയ ചൂട്. ഇത് കാണുമ്പോൾ മനസ്സിലാവുണ്ടാവും. ചെറിയ ചൂടുള്ളതാണ്. വെള്ളിങ് ഇടുമ്പോൾ അങ്ങോട്ട് ഒന്നായിട്ട് ബബിൾസ് പൊന്തും. ആ രൂപത്തിലല്ല, കുറേശ്ശെ ചൂട് മതി. എന്നതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ ഈ പാൽപ്പൊടി മൈദൊക്കെ പെട്ടെന്ന് അടി പിടിക്കും. പാത്രത്തിൻ്റെ ജസ്റ്റ് ഒന്ന് തട്ടി കൊടുക്കുക. മെല്ലെ ഇളക്കി ചെറിയ തീയിലിട്ടിട്ട് എന്ത് ചെയ്യുക, നല്ല രീതിയിൽ വേവിച്ചെടുക്കണം. ഉള്ളൊന്നും വേവില്ല നമ്മൾ തീ കൂട്ടിയിട്ടുണ്ടെങ്കിൽ. ചെറിയ തീയിലാണ് ഇത് വേവിക്കേണ്ടത്. ഒരിക്കലും തീ കൂട്ടി വെക്കരുത്. വീണ്ടും പറയുകയാണ്, ഏതൊരു കൊച്ചു കുട്ടിക്കും ഇതുണ്ടാക്കി നോക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി തന്നെയാണിത്. നല്ലതുപോലെ കളറൊക്കെ ചേഞ്ച് ആവുന്നുണ്ട്. ചെറിയ തീയിലാവുന്നതുകൊണ്ട് ടൈമും ഒരുപാട് എടുക്കും ഇത് ഒന്ന് ബ്രൗൺ കളറായി കിട്ടാൻ. ഇടയ്ക്ക് നോക്കുക അയക്കണമെന്നുള്ളത്. ഇപ്പോൾ ഏകദേശം ഇതാ ഒക്കെ നല്ലൊരു കളർ വന്നിട്ടുണ്ട്. ഇത് നേരത്തെ കൊടുക്കണം. നേരത്തെ ഉണ്ടാക്കി വെച്ച
ആ പഞ്ചസാരൻ്റെ ലായനി ഉണ്ടല്ലോ നല്ല തിളച്ച്, ഞാൻ അയച്ചിട്ടൊന്നുമില്ല, ഏലക്കായിൻ്റെ പൊടിയല്ലേ, അപ്പോൾ കുഴപ്പമില്ല, വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് എല്ലാ ബൗളും ഇതേപോലെ ഇട്ടിട്ട് സോക്ക് ചെയ്യാൻ വെക്കുക. അപ്പോൾ നമ്മുടെ അടിപൊളി ഗുലാബ് ജാമുൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഓക്കെ, താങ്ക് യു.